കളിയാക്കിയവർക്ക് മുന്നിൽ പറഞ്ഞ വാക്കുപാലിച്ച് നാട്ടുകാരുടെ അസീസ് അണ്ണൻ. വയനാട് ദുരന്തത്തിന് ഇരയായവർക്ക് വേണ്ടി രാഹുൽ ഗാന്ധി നിർമ്മിച്ചു നൽകുന്ന 100 വീടുകളിലേക്ക് 100 കട്ടിൽ നൽകുമെന്നായിരുന്നു കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ അസീസ് പറഞ്ഞത്. ഇത്രയും ദൂരം ഇത്രയും കട്ടിൽ നിർമ്മിച്ച് എങ്ങനെ കൊണ്ടുപോകുമെന്ന് സോഷ്യൽ മീഡിയയിലും പലരും ആക്ഷേപിച്ചിരുന്നു. ഇതോടെ ഇതൊക്കെ വെല്ലുവിളിയായി ഏറ്റെടുത്ത അദ്ദേഹം നിലവിൽ 75 കട്ടിലിന്റെ പണി പൂർത്തിയാക്കി. ബാക്കി കട്ടിൽ കൂടി പണിത് ഓണാവധിക്ക് ശേഷം വയനാട്ടിലെത്തിക്കാനാണ് ശ്രമം. ഇതിനായി അടുത്ത ദിവസം തന്നെ വയനാട്ടിലെത്തി 100 വീടുകളുടെ ലിസ്റ്റ് എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യവകുപ്പ് ജില്ലാ പ്രോഗ്രാം ഓഫീസറായി വിരമിച്ച അബ്ദുൽ അസീസ് പെൻഷൻ വരുമാനത്തിലാണ് ജീവിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒട്ടേറെ പേർ സഹായ വാഗ്ദാനവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇവരിൽ പലരും പിൻവാങ്ങി. ഒപ്പം ജോലി ചെയ്ത 2 പേരും സമീപത്തെ പെട്രോൾ പമ്പിലെ ജീവനക്കാരും മൂവാറ്റുപുഴയിലുള്ള ഒരു യുവാവുമാണ് നിലവിൽ ഈ ഉദ്യമത്തിന്റെ ഭാഗമായി സഹായിച്ചത്. എങ്കിലും പറഞ്ഞ വാക്ക് പാലിക്കുകയെന്ന ലക്ഷ്യം നടപ്പാക്കുന്നതിൽ നിന്നും വിട്ടുവീഴ്ചയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മകളുടെ വിവാഹാവശ്യത്തിനായി സമീപത്തെ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവിനായി കരുതിയ തുകയും ഇതിലേക്ക് നിക്ഷേപിച്ചാണ് കട്ടിൽ നിർമ്മിച്ചത്. മഹാഗണി, മാഞ്ചം തുടങ്ങിയ തടികൾ കൊണ്ടുള്ളതാണ് കട്ടിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.